കർക്കിടക മഴ തിമർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. കർക്കിടകം മരുന്ന് കഞ്ഞിരിയും കൂടി കാലാണല്ലേ. ഇത് നമ്മുടെ ദഹനത്തിനും രോഗപ്രതിരോധത്തിനും വാതരോഗത്തിനും വളരെ നല്ലതാണ്. ഈ കഞ്ഞിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി വളരെ ഔഷധ ഗുണമുള്ള ഞവര അരിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഉലുവയാണ്. കൂടാതെ ആശാളിയും വേണം. ഇതൊക്കെ എല്ലാ പച്ചമരുന്ന് കടകളിലും ഇപ്പോൾ കിട്ടും കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഞവരയും ആശാളിയും ഒക്കെ ഓൺലൈനിലും അവൈലബിൾ ആണ്. ഇതിലേക്ക് വേണ്ടത് ഇന്ദുപ്പാണ്. പിന്നെ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഞവര അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ആശാളി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉടനെ തന്നെ കൈകൊണ്ട് നന്നായി ഞരടി ഞവരയിലും ഉലുവയിലും ആശാളിയിലും ഒക്കെയുള്ള പൊടിയോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഇതൊന്ന് കുതിർത്തിയെടുക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് കുതിർന്ന് വരണം. ഇപ്പോൾ ഒരു 6 മണിക്കൂറോളം ഇത് കുതിർന്നിട്ടുണ്ട്. അരിയും ഉലുവയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. നോക്കൂ, ആശാളി ഒരു ഔട്ടർ ലെയർ ഫോം ആയിട്ടുണ്ട്. അതിന് നമ്മൾ ഈ ചിയ സീഡ്സൊക്കെ വെള്ളത്തിലിട്ടാൽ ചീർത്ത് വരില്ലേ, അതുപോലെയാണ് ആശാളിയും. അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഔട്ടർ ലെയർ ഫോം ആവും. ഇനി നമുക്ക് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. നമ്മൾ അതേ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ വെള്ളം കളയരുത്. അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രഷർ കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 4-5 വിസിൽ കൊടുത്തിരുന്നു. ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നോക്കൂ, ഞവരരിയും ഉലുവയും ആശാളിയും ഒക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനിയാണ് ഇതിലേക്കുള്ള പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഔഷധക്കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഔഷധക്കൂട്ട് ചേർക്കാം. ഈ ഔഷധക്കൂട്ടിൽ ചുക്ക്, കുരുമുളക്, ജീരകം, തിപ്പലി, അയമോദകം, കുറുന്തോട്ടി തുടങ്ങിയ 18 മരുന്നുകളാണ് അടങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ 1 സ്പൂണ് ചേർക്കുന്നുണ്ട്. ഈ ഔഷധക്കൂട്ട് മിക്ക പച്ചമരുന്ന് കടകളിലും ഈ കർക്കിടക സീസണിൽ അവൈലബിൾ ആണ്. ഈ കഞ്ഞി നമ്മൾ സാധാരണ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം, അതും അല്ലെങ്കിൽ 21 ദിവസമാണ് സാധാരണ കഴിക്കാറുള്ളത്. നമുക്ക് ഈ കഞ്ഞി വൈകുന്നേരങ്ങളിൽ ഡിന്നറിന് പകരമായിട്ട് കഴിക്കാം. പിന്നെ ഈ കഞ്ഞി കുടിക്കുന്ന സമയത്ത് നോൺ വെജ് പൊതുവെ ഒഴിവാക്കണമെന്നാണ് പറയാറുള്ളത് കേട്ടോ. ഇതിങ്ങനെ ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. അത് ഒരു അരമുറി തേങ്ങയിൽ നിന്നെടുത്ത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. നമ്മുടെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഈ വീട് മുഴുവനും ഇതിൻ്റെ ഒരു സുഗന്ധമാണിപ്പോൾ. ഇതിലേക്ക് നമ്മൾ സാധാരണ ഉപ്പല്ല, ഇന്ദുപ്പാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കഞ്ഞിയിലേക്ക് ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർത്താൽ നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ നമുക്കതിന് എണ്ണ ഉപയോഗിക്കരുത്, നെയ്യാണ് വേണ്ടത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. അതൊന്ന്
ഉരുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതാ ഈ നെയ്യിൽ നന്നായി മൂപ്പിച്ചെടുത്ത ചെറിയുള്ളി കൂടി നമുക്ക് ഈ കഞ്ഞിയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഔഷധക്കഞ്ഞി ആയതുകൊണ്ട് നമുക്കത് കുടിക്കാൻ ഒരു പ്ലാവില കൂടി ആയാൽ നന്നായിരിക്കും അല്ലേ. നല്ല പച്ച പ്ലാവില കിട്ടിയിട്ടുണ്ട്. നിലത്ത് കിടക്കുന്ന പഴക്കപ്ലാവില വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പ്ലാവില മടക്കി പച്ചയിർക്കലി കുത്തി ഒരു സ്പൂണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും താമസിക്കാതെ കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല രുചിയുണ്ട്. ഉലുവയുടെയും ആശാളിയുടെയും ഒന്നും ഒരു കയ്പൊന്നും ഈ കഞ്ഞിക്കില്ല കേട്ടോ. ഔഷധക്കൂട്ടിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും നെയ്യിൻ്റെയും ചെറിയുള്ളിയുടെയൊക്കെ ഒരു നല്ല ടേസ്റ്റാണ് ഇതിന്.